ഇച്ചിരി മാറിയിരുന്നേ നീ. എന്തോടെ കാണുന്നു നീ? വെറുതെ രസം. അവനെന്താടാ? സമയം എന്തുവായി? സുര എത്തിയല്ലോ. പതിവില്ലാതെ നീ എവിടെ പോയിട്ട് വരുവാടാ സുരേ? ഒരാളെ കാണാൻ പോയ. രാവിലെ നീ ആരെ കാണാൻ പോയതാടേ? പറഞ്ഞ ഞങ്ങൾക്ക് അറിയത്തില്ലടാ. അല്ല, വല്ല പെങ്കൊച്ചങ്ങളെ കൊണ്ടാക്കാൻ പോയതാണോടെ നീ രാവിലെ? ഒന്ന് ചുമ്മാരടേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതല്ല, നീ മരെന്താ പ്രാക്ടീസ് ചെയ്യാത്ത? എടാ അപ്പു ഇതുവരെ വന്നില്ല, അവന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവനെന്തേ? അവന് രാവിലെ 10 മണിയല്ലേ പണി, അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. സമയം എടുക്കും. ശരിയാ, സമയം എടുക്കും. നിന്റെ അച്ഛൻ നോക്കുന്നുണ്ടേ, ഞാൻ പോവാം, നടക്കണം. നോക്കട്ടെ എന്തായാലും കൊള്ളാല്ലേ? അപ്പൊ പത്രം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രകാശനായിക്കട്ടെ, എന്നാ പത്രം. മോനെ എത്തിയോ? പോകുമ്പോഴേ വീട് കൂട്ടി താക്കോല് സൂക്ഷിച്ച് വെച്ചേക്കണം, പഠിക്കാൻ പോകുമ്പോ. ശരി എന്നാ. പിള്ളച്ചേട്ടാ, അപ്പൂന്റെ പഠിത്തമൊക്കെ എന്തായി? അവനിപ്പോ PSCക്ക് പഠിക്കുക. എന്റെ മോൻ പറഞ്ഞല്ലോ അപ്പൂരെന്തോ ജോലി ശരിയായെന്ന്. പോലീസിന്റെ ലിസ്റ്റിൽ അവൻ ആദ്യം ഉണ്ട്, കിട്ടുമെന്നൊക്കെ പറയുന്നു. അവന് കിട്ടട്ടേന്ന്, അവൻ ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതല്ലേ. ശരിയാ. ഒന്നും പറയണ്ട. രാവിലെ ഒരു ചെറുക്കൻ ബൈക്കിൽ, പിള്ളേച്ചേട്ടാ ഒരു ഇത്തിരി വെള്ളം ചേർത്തേ, ബൈക്കിൽ വന്ന് വെള്ളം അടിച്ചങ്ങ് തെറിപ്പിച്ച്. ഇല്ല, കിഴക്കമ്പാട്ടെ ചന്ദ്രൻ സുര, അവനാ ആ പൈപ്പ് വെച്ചേ. രാവിലെ അവൻ മൈൻഡ് പോലും ചെയ്യാതെ പോയി ആ വെള്ളം അടിച്ച് തെറിപ്പിച്ചു. അല്ലേലും അവന്റെ പോക്കണ്ട അറിയാം, എവിടെ ചെന്ന് കയറത്തേ ഉള്ളൂ. എന്താണേ പഠിപ്പിച്ചെല്ലാം ഉണ്ടല്ലോ ഇവിടെ. അല്ലെങ്കിൽ LDയുടെ അപേക്ഷ അയക്കുന്ന കാര്യത്തെ പറ്റി ഒരു ഡിസ്കഷൻ. ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വിട്ടുപോടെ. നിന്റെ അടുത്ത് പറഞ്ഞല്ലേ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് പഠിക്കാൻ. ടീമാർക്ക് അറിയാമല്ലോ, എനിക്കിതൊന്നും മണ്ടക്കയറത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഈ നക്കാപ്പ് ശമ്പളത്തിന് ആരാടാ ഈ പണിക്ക് പോകുന്നത്? നിനക്ക് നിന്റെ അച്ഛൻ ഗൾഫിൽ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഞാൻ ആരുടെയും ചിലവിലല്ല ജീവിക്കുന്നത്. എനിക്ക് വേണ്ടത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട്, അത് മതി. പിന്നെ ഇയാള് കുറെ ഉണ്ടാക്കുന്നത് ടീം പറക്കാതെ പോടെ. അച്ഛൻ വിളിക്കുന്നു. ഹലോ അച്ഛാ. ലൈബ്രറിയില്ല. പാ ഓക്കേടാ മക്കളെ, ശരിയടാ. ഇറങ്ങി ഇതാ പോവോ. ആടിച്ചിരി വെപ്രാളിയാണേലും നമ്മളുടെ സ്നേഹമുള്ളവനാടാ. ദൈവമേ, കോടാലിയായെന്നോ തോന്നുന്നു. അപ്പു, നിനക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു? പോസ്റ്റ്മാൻ വിളിച്ചിരുന്നു, ഞാൻ അങ്ങോട്ട് പോവാ. ട്രെയിനിങ് അവിടെ വരില്ലേ? അതെ. എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. വിളിക്കാം. രക്ഷപ്പെട്ടു. ചേട്ടോ, ചായയില് ചൂടുവെള്ളം മതി കേട്ടോ. ചൂടുവെള്ളം മതി. ചേട്ടാ, ആ കയ്യൊന്ന് പറ്റിക്കേ. പറ്റില്ല കേട്ടോ. കേട്ടോ.
അച്ഛാ ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ. ആ മോൻ പോകുന്നതിന് മുമ്പ് അമ്മമ്മയെ പോയി കാണണം, യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങണം കേട്ടോ. ഇറങ്ങട്ടെ. ആ മോനെ നിൽക്ക്. ഈ പൈസ വെച്ചു, പോകുമ്പോഴേ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ശരി എന്നാ. ശരി. ആ ഓക്കെ. ശരി ശരി. ശരി. ആ സൂക്ഷിച്ചു പോണേ. ആ ഞാൻ ഇപ്പോൾ വരാവേ. ചെല്ലല്ലേ? നാളെ മുതൽ ഞാൻ പത്രമിടാൻ വരില്ല കേട്ടോ. എന്തേ? എനിക്ക് ജോലി ശരിയായി, നാളെ ഞാൻ പോവാ. അച്ഛൻ പറഞ്ഞായിരുന്നു അപ്പൂന് ജോലി കിട്ടുമെന്ന്, പക്ഷെ ഇത്ര പെട്ടെന്ന്. ഇങ്ങോട്ട് വാ. വാടേ ദേ അവന്മാര് വിളിക്കുന്നുണ്ട്. നീ ഇന്ന് കാണും. ഒന്ന് നിർത്തിയിട്ട് വാടേ. എന്തുവാടേ ദൈവമായിട്ട് ഇത്ര സംസാരിക്കാൻ നിനക്ക്? എന്റെ പൊന്നു വിഷ്ണു, ജോലി കിട്ടിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതെ, അവന്റെ അച്ഛൻ പോലീസുകാരനാണ് കാര്യം മറക്കണ്ട കേട്ടോ. എനിക്ക് അമ്മമ്മയെ കാണാൻ പോണം, ഞാൻ പോയിട്ട് വരാം. അല്ല ഇനി നീ എപ്പോഴാ പോയിട്ടിരുന്നേ? സമയം എന്താണെന്നറിയാവോ? നിങ്ങൾ ഇവിടെ ഇരി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ആ പെട്ടെന്ന് പോട്ടോ. ശരിടാ. ആ അളിയ ചാപ്പുവേ, നിനക്ക് ജോലി കിട്ടിയപ്പോ എന്നെ മറന്നില്ലേ? അയ്യോ അല്ല, നിന്നെ കാണാതിരിക്കുവായിരുന്നു. സുര, നീ ഇവരോടൊപ്പം നിൽക്കുക, ഞാൻ ദാ വരുന്നു. നീ എവിടെ പോകണം? അവനവന്റെ അമ്മമ്മയെ കാണാൻ പോകുന്നടാ. ഇങ്ങനെ വന്നോ? സൈക്കിളിൽ. സൈക്കിളിലോ? ഇപ്പോൾ പോയിട്ട് അപ്പോൾ വരാടാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരുമല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നീ വണ്ടിയിലോട്ട് വരും. ദേ പോയി വന്നു. അയ്യോ വേണ്ടായേ, ഞാൻ എൻ്റെ നീ പോയിട്ട് വേടാ. നീ ആ ബൈക്കിലോട്ട് കയറ്, പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ. ശരി. ഗോവേ, നീ സൈക്കിൾ കടയിലോട്ട് വിടും, ഞാൻ പോയിട്ട് പെട്ടെന്ന്. ഓക്കെ. ആ ശരിടാ. ശരി ശരി. ഹെൽമെറ്റ് ഒന്നും ഇല്ല. ഹെൽമെറ്റോ? എനിക്കോ? നീ പിടിച്ചോണ്ടിരുന്നാ എന്നാ പ്രകാശ. എല്ലാവരും മധുരം കഴിച്ചേ. എന്താ പിള്ളേച്ചേട്ടാ വിശേഷം? അപ്പൂന് ജോലി കിട്ടി. ഓ പോലീസ് തന്നെയാണോ അവന് ജോലി? ആ പോലീസ് തന്നെ. അല്ലേലും അങ്ങനെ ആമ്പിള്ളേർക്ക് പോലീസിലെ കിട്ടത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും പെങ്കൊച്ചുങ്ങളും. അത് ശരിയാ. നമ്മുടെ ഈ ബാങ്ക് നോക്കിയേ, എല്ലാം പെങ്കൊച്ചുങ്ങളല്ലേ. നമ്മുടെ ഈ ബിവറേജ് നോക്കി എല്ലാം പെങ്കൊച്ചുങ്ങളല്ലേ. അവിടുത്തെ സെക്യൂരിറ്റി ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ. ആ അതവര് പഠിച്ചിട്ടല്ലേ കിട്ടുന്നത്. അതെ അതെ. നമസ്കാരം ചേട്ടാ. ആ വേണോട്ടാ. പ്രകാശ, എന്തോ വിളിച്ചേട്ടാ വിശേഷം? ആ അപ്പൂ നാളെ ജോലിക്ക് പോവാ. എന്നിട്ട് അപ്പു എന്ത് ചെയ്യും? അപ്പൂ അമ്മമ്മയെ കാണാൻ പോയിരിക്കുവോ? അപ്പോ നീ ഒരു കല്യാണമൊക്കെ ആവാൻ വെള്ളച്ചേട്ടാ. വേണം വേണം പ്രകാശ, ട്രെയിനിങ് ഒക്കെ ഒന്ന് കഴിയട്ടെ. ആ ഇപ്പോഴത്തെ പിള്ളേര് അവർക്ക് ആവശ്യമുള്ളവർ അവരൊക്കെ തന്നെ കണ്ടുപിടിക്കല്ലേ. ശരിയാ, അപ്പൂന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് അറിയില്ല. ഓ അച്ഛാ. ഓ കൗണ്ടർ എല്ലാരും ഉണ്ടല്ലോടാ അവിടെ. നീ ചവിട്ടി വിട്. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. ആ എന്നാ കഴിക്കാം മക്കളെ. എന്നാടാ വിഷം. ആ ഹലോ. ആ എപ്പം എവിടെ വെച്ചായിരുന്നു? ആ അറിയാം, എനിക്കറിയാം, അടുത്തുള്ളതാ. ശരി ശരി. ഓ ശരി. എന്ത് പറ്റി മധു? സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. എന്താ സാറേ കാര്യം? ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ കിഴക്കുംപാട്ടെ സുരക്ഷ. എനിക്കറിയായിരുന്നു അവൻ എവിടെയെങ്കിലും ചെന്ന് കയറുമെന്ന്, ഞാൻ അന്നേ പറഞ്ഞല്ലേ. പ്രകാശ, ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അണ്ണാ എന്തുകൊണ്ടാ ഏതാ പറഞ്ഞത്? നമ്മുടെ കിഴക്കമ്പട്ട സുരയില്ലേ, അവനെന്തോ അപകടം പറ്റിയത്. എടാ അപ്പു. അച്ഛാ അപ്പു അവന്റെ കൂടെ അച്ഛാ പോയെ. അപ്പൂ അവൻ സൈക്കിളിലാണല്ലോ. അവന്റെ സൈക്കിളാ അച്ഛാ ഇത്. ഹലോ. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി ശരിയാ. ബൈക്കിൽ അവർ രണ്ടുപേരുണ്ടായിരുന്നു. സുരയ്ക്ക് തലയ്ക്കാ പരിക്ക്, ബോധം വന്നിട്ടില്ല. അപ്പുന് വലിയ പരിക്കില്ല. പക്ഷേ അപ്പു എവിടെ ഇപ്പം? അപ്പു പോലീസ് കസ്റ്റഡിയില്ല. എന്തിനാ? പിള്ളച്ചേട്ടൻ വിഷമിക്കരുത്. എന്താ മധു, കാര്യം പറ. അവരുടെ ബൈക്കിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചു.
ചതിച്ചോ? ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? ഇല്ല, അവരിതിനൊന്നും പോകത്തില്ല. ഇല്ല അച്ഛാ, അവരങ്ങനെ ചെയ്യത്തില്ല അച്ഛാ. നമുക്കാരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എത്ര എത്ര ചെറുപ്പക്കാരെ വഴിതെറ്റി പോകുന്നേ. ദിവസേന എത്ര കേസുകളാണ് സ്റ്റേഷനിൽ വരുന്നത്. ഇത് പോലീസ് കണ്ടുപിടിച്ചോളും. അപ്പോ അതിനൊന്നും പോത്തില്ല. അപ്പുന് നാളെ ജോലിക്ക് പോകേണ്ടതാ. അവന്റെ പേര് വല്ല കേസ് വല്ലതും കാണുമോ? നിങ്ങൾ വിചാരിക്കുന്നോണോ അല്ല. ഇത് വെറും പെറ്റി കേസല്ല, മയക്കുമരുന്ന് കേസാ. അതത്ര നിസ്സാര കാര്യമല്ല. ഇനി എന്ത് ചെയ്യും? അവൻ്റെ ജോലി, എൻ്റെ മോൻ്റെ ഭാവി. വിഷമിക്കാതെ, സുരയ്ക്ക് ബോധം വരട്ടെ. അവന്റെ മൊഴിയിലാണ് അപ്പുവിന്റെ ഭാവി. ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല അച്ഛാ. അവിടെ ഇരി. ആ, മനുഷ്യന്മാരുടെ ആരും ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ശരിയാ, ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണമായി പോയി. വിഷ്ണു, നീ സമാധാനിക്ക്, ഞങ്ങളെ കൂടെ വിഷമാക്കാൻ. നീ ഇപ്പം വരുന്ന വഴിയാണോടാ? നിനക്കറിയാലോ അവൻ്റെ അവസ്ഥ. അവൻ്റെ അച്ഛൻ അവന് വലിയ പ്രതീക്ഷയായിരുന്നു. മയക്കുമരുന്ന് കേസിൽപ്പെട്ട് അവൻ ജയിലിൽ പോയതറിഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ മനോനില വല്ലാതെ കയർന്ന്. അവന് വലിയ വിഷമം ഉണ്ടാക്കി. അവൻ അവൻ്റെ അച്ഛനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച്. പിന്നീട് അവന് വാശിയായി. ജയിലല്ലേ, അവരെങ്ങനെ വിടുന്നത്? അവസാനം അവൻ പോയടാ. അവൻ കേറി തൂങ്ങി.